ധാരാളം ഡിസൈപ്പിൾസ് ഒരു പരമ്പരയുടെ പാതാരത്തിന് നമുക്ക് നമസ്കരിക്കാം. അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. കുഞ്ഞിനെ സാമൂഹ്യമാക്കേണ്ട നാമം, അതേപോലെ എല്ലാ അഷ്ടമലിക്കും നമസ്കാരം. 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ നരേന്ദ്രപ്രസാദ് സാറിനോട് ചോദിച്ചു, അവിടെ എന്തൊരു വിഷയമാണ് സംസാരിക്കേണ്ടത്. എന്തൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇന്നലെ രാത്രി വിചാരിച്ചു ഇന്ന് വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു വിഷയം അല്ലേ? പക്ഷേ നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നു, നിങ്ങൾക്ക് എത്രത്തോളം വിഷയങ്ങളിൽ നടന്നു നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഈശ്വരന്റെ അടുക്കും അല്ലേ? സ്വാമി രാമായണത്തിലെ വാൽമീകി കണ്ടുമുട്ടുന്ന വാൽമീകിയും ശ്രീരാമനുമായിട്ട് കണ്ടുമുട്ടുന്ന രംഗമാണ് പെട്ട ഓർമ്മ. ഭഗവാൻ ഈശ്വരനെ പൂവായിട്ട് ഭക്തനെ വണ്ടായിട്ട് തോന്നിച്ചു. ഈശ്വരന്റെ അടുത്തേക്ക് പൂവിൻ്റെ അടുത്തേക്ക് വണ്ടുകൾ. പിന്നെ ഭഗവാൻ പറഞ്ഞു, ചിലപ്പോ ഭക്തൻ പൂവും ഈശ്വരൻ വണ്ടുമാവും കണ്ണളമാവും. ഇവിടെ നമ്മള് ശ്രീരാമചന്ദ്രൻ വാൽമീകിയുടെ അടുത്തേക്ക് എത്തിയപ്പോ തിരിച്ച ആദ്യം നമ്മൾ കണ്ടത് രത്നാകരൻ എന്ന കൊള്ളക്കാരൻ ഈശ്വരന്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ഏത് ദേവന്റെ നാമമാണോ നിരന്തരം ചൊല്ലിയിരുന്നത് ആ ദേവൻ തിരിച്ച് ഭക്തന്റെ അടുത്തേക്ക് വരുന്നു. ഭജനാമൃതത്തിലെ ഓരോ വരികളും വേദമാണ്, എറ്റേണൽ പ്രിൻസിപ്പിൾസ്. വിവേകാനന്ദ സ്വാമി ഠാക്കൂറിനെ വന്നിച്ചുകൊണ്ട് പാടിയത് അല്ലെങ്കിൽ എഴുതിയത് നമുക്കറിയാം. ഓം ഹ്രീം വൃത്തം, പരബ്രഹ്മ സ്വരൂപവും പരാശക്തി സ്വരൂപവും. വൃത്തം എന്ന് പറഞ്ഞാൽ മോക്ഷമാർഗം. അതിനപ്പുറത്ത് ഈ ലോകത്ത് ലോകം നിലനിൽക്കാനുള്ള എറ്റേണൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. വെറുതെ മോക്ഷമാർഗം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വ്യക്തമാണ്. അപ്പോൾ നമുക്ക് മാനസികമായും അതേപോലെ തന്നെ മെന്റലി അതിൻ്റെ ഫിസിക്കലായിട്ടുള്ളത് അതേപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും ചേർന്നതാണ് വൃത്തം എന്ന് പറയുന്നത്. അതുമാണ് ഇപ്പൊ ഈശ്വരൻ എന്താണോ എന്തൊക്കെ പറയാമോ അതെല്ലാം ഈശ്വരൻ. അപ്പൊ ആ ഭഗവാൻ പറഞ്ഞതാണ് ശ്രീരാമകൃഷ്ണ വചനാണ്. അദ്ദേഹത്തിന്റെ അരുളപ്പാട്. മാഷാൻ ഒരിക്കൽ ഠാക്കൂറിന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, അത് വചനാമൃതം ആരംഭിക്കുന്ന സ്ഥലത്താണ്. ഈ വിഷയം കഴിഞ്ഞ 20-ാം തീയതി ജൂലൈ മാസം 20-ാം തീയതി വൈറ്റിലയിൽ നടന്ന ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ കുറിച്ചുള്ള ഏകദിന ശിബിരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് സ്മരിക്കപ്പെട്ടതുമായ ഒരു കാര്യമാണ്. മാസ്റ്റർ ജോലിയും ഈ മനസ്സ് ഈശ്വരനെ നിർത്താൻ എന്താണ് ഉപായം? അപ്പൊ ഭഗവാൻ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. സത്സംഗം, പിന്നെ പറയും സദസത് വിചാരം, സത്പദമേത് അസത്പദമേത്, ഏതാണ് സത്ത്. പിന്നെ പറഞ്ഞു നിരന്തരം നാമജപം, സദാ നാമജപം. വചനാമൃതത്തിൽ പല സന്ദർഭങ്ങളിലും ചേർക്കപ്പെടുന്ന ഒരു വാക്കാണ് സദാ. നമ്മൾ പലപ്പോഴും ഇത് നമുക്ക് അറിയാവുന്ന വാക്കല്ലേ എന്ന് വിചാരിച്ച് അപ്രധാനത്വം കൽപ്പിക്കും. സദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്, എപ്പോഴും എപ്പോ ചെയ്യണം എന്നുള്ളത് സദാ നാമജപം. ഈ സദസത് വിചാരത്തിനും സദാ എന്ന് ചേർത്ത് അമ്മയും പറയണം. പിന്നെ ഭഗവാൻ പറഞ്ഞു വിജനത്തിലുള്ള സാധനം, സെക്ലൂഡഡ് ആയിട്ടുള്ള ഭഗവാൻ പറയും വനെ മനെ കോനെ അവിടെ ഇരുന്നത്. സ്ഥിതി ഈ രത്നാകരൻ വാൽമീകിയായി മാറിയപ്പോ അനുഷ്ഠിച്ചത് ഈ 4 കാര്യങ്ങളല്ലേ?
സർവരെയും പിടിച്ചു പറിച്ച് സപ്തർഷികളെ ചെന്ന് പിടിച്ചു പറിക്കാനാണെങ്കിൽ പോലും സപ്തർഷികളുമായിട്ട് ബന്ധപ്പെട്ടവർ, സജ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ, സജ്ജന സംസർഗം. അപ്പോൾ ഈ ശരിയായ മതത്തിലാണോ ജീവിക്കുന്നതെന്ന് തിരിച്ച് ചോദ്യം ചോദിക്കും. നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ പറയും, ഇതൊക്കെ ഞാൻ എന്തെങ്കിലും പിടിച്ചു പറിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ്. നമ്മൾ പറയുന്നത് ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ്. അപ്പോഴാണല്ലോ പറയുന്നത്. എന്നാൽ പിന്നെ നിന്റെ ഭാര്യയോട് നീ ചോദിക്കൂ. ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ തിരിച്ചു പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മനുഷ്യൻ നിത്യവും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളുടെ ഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റാരെങ്കിലും പിടിക്കുന്നു. ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് ചെയ്യുന്ന സബ്ജക്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് 90കളുണ്ട് രാമകൃഷ്ണ മിഷന്റെ ഇംഗ്ലീഷ് മാഗസിനായിട്ടുള്ള വേദാന്ത കേസരിയിലെ എഡിറ്റോറിയലിലെ ഒരു ആർട്ടിക്കിൾ വന്ന ഒരു ഇതാണ്, all actions are subjective. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ചെയ്യുന്ന ആളിനെയാണ് ആദ്യം ബാധിക്കുന്നത്, സബ്ജക്റ്റീവ്. വേദാന്ത കേസരി ഒരു പക്ഷേ ആ പീരീഡിലൊക്കെ വായിച്ചിട്ടുള്ള ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ത്യാഗാനന്ദ സ്വാമി എഡിറ്റർ ആയിരുന്ന സമയത്ത് ഓൾ എല്ലാം സബ്ജക്റ്റീവ്. അപ്പോൾ നിത്യവും നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ, അത് ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നാലും കുട്ടികൾക്ക് വേണ്ടിയായിരുന്നാലും നമുക്ക് വേണ്ടിയായിരുന്നാലും ലോകത്തിന് വേണ്ടിയായിരുന്നാലും ഒക്കെ അതിൻ്റെ ഫലമുണ്ട്. അപ്പൊ അത് വെറുതെ കർമ്മഫലം എന്ന് പറയുന്നത് നാം കാണുന്ന തരത്തില് വളരെ സൂക്ഷ്മമായി കർമ്മവാസനകളും കൂടെ ചേർത്ത്. ഇപ്പൊ നമ്മളൊരു ചെടി നട്ടപ്പോൾ പെട്ടെന്ന് കാണുന്ന അതിന്റെ റിയാക്ഷൻ നമുക്കുണ്ടാവും. ആ ചെടി പൂത്തുതായി ഇവിടെയൊക്കെ തന്നെ ഗാർഡൻ ഉണ്ടാക്കിയൊക്കെ ചെയ്തു, ഒരുപാട് പൂക്കളൊക്കെ വന്നു, പുതിയ പൂന്തോട്ടൊക്കെ വന്നു. പക്ഷേ ഈ ചെടി നടുമ്പോൾ നമ്മുടെ മനസ്സിലെഴുതുന്നുണ്ട്, ഇതിലെ പൂക്കൾ ഭഗവാന് പറിച്ചു വെക്കുന്നു. മാത്രമല്ല എല്ലാ പൂക്കളും പറിക്കത്തില്ല, കുറച്ച് പൂക്കൾ അതിൽ നിർത്തുന്നത്. കാരണം ഭഗവാൻ കണ്ടിയൂർ അവർക്ക് അമ്പലത്തിൽ ഈ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇല്ലാത്തപ്പോൾ കാണണം, ഇതൊരു വലിയ ഭാവമാണ്. അപ്പൊ അങ്ങനെ ഈശ്വര പൂജ എന്ന തരത്തിൽ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ചില ടെൻഡൻസീസ് ഉണ്ട്. അത് വാസന രൂപത്തിൽ അതാണ് നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നത്, അതിഷ്ടമായി. അപ്പൊ നമ്മുടെ കർമ്മഫലം എന്ന് പറയുമ്പോഴത്തേക്കും ഇതുകൂടെ ചെറുതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിത്യവും നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് നാം കാണാത്ത ഒരു വലിയ ഫലം കിട്ടുക. ഇത് ഉപദേശിച്ചു കൊടുക്കുന്നത് രത്നാകരൻ എന്ന കാട്ടാളന്റെ ഭാര്യയായ കാട്ടാള സ്ത്രീയാണ്. യഥാർത്ഥത്തില് ഈ സ്പിരിച്വൽ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലൈഫേ ഉള്ളൂ, സ്പിരിച്വൽ ലൈഫ് ഇല്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. പിന്നെ സ്പിരിച്വൽ ലൈഫ് എന്ന് വേറെ, ലൈഫ് എന്ന് വേറെ ഉണ്ടോ? ഇല്ല. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അങ്ങനെ ആയിരിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം ഇവിടെ ഉപദേശിക്കപ്പെടുന്നത് ഭാരതത്തിലെ ഒരു കാട്ടാള കുടുംബത്തിലെ വീട്ടമ്മയിലൂടെയാണ്. ഇതാണ് സനാതന ധർമ്മത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇത് സാധാരണക്കാരനോ, ഇത് കാട്ടാള സ്ത്രീ കുറച്ചുകൂടെ നമ്മൾ കാണുന്നത് സമൂഹത്തിൽ കുറച്ചുകൂടെ താഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുന്നത്. ആരും താഴെയല്ല, ആരും ഓരോട്ടുമില്ല. ഈ രീതിയിലാണ് സനാതന ധർമ്മം സംരക്ഷിക്കുന്നത്. അപ്പൊ ഇത് ഉൾക്കൊള്ളുകയും ഇതനുസരിച്ച് ജീവിക്കപ്പെടേണ്ടതും ആര് എന്ന് ചോദിച്ചാൽ കേവലം ഇപ്പോ അമ്പലത്തിലെ പൂജാരിയോ ആശ്രമത്തിലെ സന്യാസിമാരോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. നാം ഏത് ആശ്രമത്തിൽ ബ്രഹ്മചാരി ആയിക്കോട്ടെ, ഗൃഹസ്ഥനായിക്കോട്ടെ, വാനപ്രസ്ഥി ആയിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, ആരിലും ഇങ്ങനെ വേണം. കാരണം ഇവിടെ ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ജീവന്റെ പ്രയാണത്തിന്റെ ഇടയിൽ വീട്ടിലിരിക്കുന്നു ഒരിക്കലേ മാസ്റ്റർ ഠാക്കൂറിനോട് പറയും, ഈ ശരീരമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ടു.
പണ്ട് ശരീരം ഉപേക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണല്ലേ. അപ്പൊ ഭഗവാൻ ചോദിച്ചു ശരീരം ഇരുന്നാലെന്ന്. പിന്നെ പറഞ്ഞാൽ ഈ ലോകം ഭയങ്കരമാണ്. അപ്പൊ കുറച്ചു നേരത്തെ ഠാക്കൂർ പറഞ്ഞേ ജ്വരം ബാധിച്ചിരിക്കുന്നു മനുഷ്യർക്കെല്ലാം. ജ്വരം വെച്ച് സംസാരം. അപ്പൊ അത് ഏറ്റവും പറഞ്ഞിട്ടാണ് മാസ്റ്റർ പറഞ്ഞത് ഈ ദുഃഖപ്രദമാണ്. അപ്പൊ ഭഗവാൻ അങ്ങനെ ആയിക്കോട്ടെ, അതിനെ ആനന്ദപ്രദമാക്കണം. ഒരു ഗൃഹസ്ഥനായ ലേൺഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്വമുള്ള കുടുംബത്തിലെ അല്പസ്വല്പ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളത് സാധാരണ ഒരു മനുഷ്യന് സംഭവിക്കുന്നതെല്ലാം ഉള്ള ഒരു വ്യക്തിയോടാണ് ഠാക്കൂർ പറഞ്ഞത്. അതിനെന്താ അസതി ഇതൊക്കെയാണ് നമ്മൾ പ്രചോദിപ്പിക്കപ്പെടുന്നത്. തന്നോഹംസം പ്രചോദയ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ വരികളിലൂടെ ഈശ്വരൻ നമ്മൾ പ്രചോദിപ്പിക്കും. നമ്മൾ തിരിച്ചറിയണം. ഇവിടെ തിരിച്ച് രത്നാകരൻ എന്ത് ചെയ്തു? ചിന്തിച്ചു, ഈ ഭാര്യ പറഞ്ഞത് ശരി തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ശരിയാണ്, അപ്പൊ ഞാൻ സത്പദത്തിലേക്കാണ് പോകേണ്ടത് പറഞ്ഞിട്ട് നേരെ വീണ്ടും സത്സംഗത്തിനായി സപ്തർഷികളുടെ അടുത്തേക്ക്. ആ വീണ്ടും വിചാരം നടത്തുകൊണ്ടാണ് സപ്തർഷികളുടെ അടുത്ത് ഇതിലേക്ക് അത് വഴിയെ പോയി അല്ലേ. സപ്തർഷികൾ ഉപയോഗിച്ച് രാമനാമം ഉപദേശിച്ചു. എന്നിട്ട് 2 മരങ്ങൾ ഇടയിലിരുന്ന് നിരന്തരം ജപിക്കണം. ശ്രീരാമകൃഷ്ണ വചനാമൃതം ഈ അടിസ്ഥാനപരമായ 4 പ്രിൻസിപ്പിൾസിന്റെ എത്രയെങ്കിലും ആവശ്യമുള്ള റെപ്പറ്റേഷൻ. ഇതിനെങ്ങനെ സഹായകമായ രീതിയിൽ ഒരു ജീവിതം നയിക്കാം എന്നുള്ളത്. ഇതാണ് ഈ 4 കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനമായി. പക്ഷെ നമുക്ക് വിചാരം ചെയ്യാൻ പറ്റുമോ? ചെയ്യണം. അത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുമോ? ഇപ്പൊ ഇന്നലെ തിരുവനന്തപുരത്ത് രാമകൃഷ്ണ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള 8 മാതൃദേവി സംഭാഷണത്തെ കുറിച്ചിട്ടുള്ള പ്രഭാഷണത്തിൽ ഡോക്ടർ ലക്ഷ്മി പറഞ്ഞ കർമ്മവാസന, കർമ്മവാസന വളരെ പ്രയാസം. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, ഇത് നമ്മുടെ കർമ്മവാസന ഈ കർമ്മങ്ങൾ കൊണ്ടുണ്ടാവുന്ന. അപ്പൊ ഏത് കർമ്മങ്ങളിൽ ഇടപെടണം, ഏത് കർമ്മങ്ങളിൽ ഇടപെടണ്ട എന്ന് ചിന്തിക്കുക. കർമ്മങ്ങൾക്ക് ഗുണങ്ങളുണ്ട്. സാത്വികമായ കർമ്മമുണ്ട്, രാജസ്വഭാവമുള്ള കർമ്മങ്ങളുണ്ട്, താമസ ഗുണപ്രദമായ കർമ്മമുണ്ട്. ഭഗവാൻ തന്നെ പറഞ്ഞില്ലേ, എനിക്ക് ചില ആഗ്രഹങ്ങളൊന്നും വെള്ളിയിലുള്ള പോവലിക്കണമെന്ന് തോന്നി, അത് കഴിഞ്ഞിട്ട് സ്വർണ്ണക്കരയുള്ള മുണ്ടെടുക്കണമെന്ന് തോന്നി, എന്നിട്ട് ഞാൻ എൻ്റെ എഴുത്ത് കളഞ്ഞു. കാരണം രാജസ്വഭാവമാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഇടപെടുന്നതിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? യതീശ്വരാൻ സ്വാമിജിയുടെ ഉപദേശം എല്ലാവർക്കും അറിയാനുള്ള, നമ്മുടെ ഓൺലൈനിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നാം നിത്യവും അനുഷ്ഠിക്കുന്ന ഏത് പ്രവൃത്തിയും നമുക്ക് ആത്മവികാസം ഉണ്ടാക്കുന്നതാണോ, നമ്മെ ഈശ്വരനോട് അടുപ്പിക്കുന്നതാണോ, അത് മാത്രമേ കർത്തവ്യമായിട്ടുള്ളൂ. ഇപ്പോൾ വിവേകാനന്ദ സ്വാമിജി, യതീശ്വരാനന്ദ സ്വാമിജിയൊക്കെ ലൗകികമായ കർത്തവ്യങ്ങൾ നമ്മൾ വളരെ മുമ്പ് ഓൺലൈനിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് വിട്ടുപോകുന്നു. അതാണ് എന്തെല്ലാം വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുമോ ആ മനസ്സിനെ തിരിച്ചു പിടിപ്പിക്കുക. ഇന്നലെ മഹാരാജനെ കാണാൻ വേണ്ടി 2 പേര് പോയി. അവര് സ്വാമിയുടെ മുറിയിൽ ചെന്നപ്പോ സ്വാമിജി അവരൊരു പാട്ട് പാടി, ദേവി പ്രസന്ന. അപ്പൊ കൂടെ പോയ മുറി കയറി വരും. അപ്പൊ ആ 2 ശ്ലോകം ദേവി പ്രസന്ന എന്നുള്ളത് അത് സ്നേഹേന കുറച്ചു കഴിഞ്ഞിട്ട് മഹാരാജ് മദേഴ്സ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ പറയുന്നത് എന്താണോ അമ്മയുടെ അഡ്മിനിസ്ട്രേഷൻ. ഈ വരിയോട്ട് അടുത്ത് വരുന്ന മറ്റൊരു വരിയോട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. വിഷയം ഇവിടെ ചൊല്ലുന്നത് മാതൃദേവിയുടെ നമ്മുടെ പ്രാർത്ഥനയാണ്. അമ്മ വിവിധ വിഷയങ്ങളാവുന്ന പൂക്കളിൽ ഒരു വണ്ട് പാറി പറന്ന്. അപ്പൊ എന്റെ മനസ്സാകുന്ന വണ്ടേ എന്ന് പറഞ്ഞു വിഭക്തി.
നീ മറ്റ് എല്ലാ പൂക്കളിലും പോയി തേൻ കുടിക്കാതെ അമ്മയുടെ പാദപത്മങ്ങളിൽ മാത്രം പോരുന്ന ശാന്തിയുടെ സുഖം കുടിക്കൂ, അത് അമരത്വത്തിലേക്കുള്ളതാണ്. അപ്പൊ ഈ തിരിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ വിഷയങ്ങളിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഏതെങ്കിലും വിഷയങ്ങളിലേക്ക് ആ വിഷയം ചർച്ച ചെയ്യണം, ഈ വിഷയം ചർച്ച ചെയ്യണം, ഇങ്ങനെ ഭ്രമിച്ച് കിടക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ ഇത് എത്ര പ്രാവശ്യം ചിന്തിക്കാൻ പറ്റും ഒരു ദിവസം? ഒരു എക്സസൈസ്. അജയപ്രാണ മാതാജി പറയുന്നു, നിങ്ങൾക്ക് ഈശ്വരനെ കുറിച്ച് ഒരു ദിവസം 10 പ്രാവശ്യം, if you can think about God 10 times a day, it will be great. Great. അപ്പൊ ഞാൻ 24 മണിക്കൂറിനെ 10 കൊണ്ടൊന്നൊരു വഴിയാണ്. അപ്പൊ അല്ലേ 2 മണിക്കൂർ അങ്ങനെ 2 hours ഗ്യാപ്പ്. അപ്പൊ എക്സസൈസ് ആണ്. ഈ നമുക്ക് കഴിയുന്ന ഈ ഗ്യാപ്പിലൊക്കെ ഈ ഒരു ശ്ലോകം വിഷയം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അമ്മയോട് പ്രാർത്ഥിക്കുക. അപ്പൊ ഇൻബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും. അപ്പൊ ആദ്യം ഒരു ഹോംവർക്ക് പോലെ വെക്കുക. ഇത് ഞാൻ 10 പ്രാവശ്യം ചിന്തിക്കും. ഈ സ്വാമിമാരുടെ ഒക്കെ ഹോംവർക്ക് സ്വാമിയുമായിട്ടുള്ള സത്സംഗം കൊണ്ട് ഒരു ഗൃഹസ്ഥന് നേരെ ഒരു ഗൃഹസ്ഥനായി ജീവിക്കണം. അപ്പൊ നിങ്ങൾ അജിത്ത് പറയുന്ന ഒരു മണ്ഡലത്തിനുണ്ട്. ഞാനൊരിക്കൽ കണ്ടു കുട്ടി രാമകൃഷ്ണാശ്രമത്തിൽ. ആ കുട്ടി MPhil ഒക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഗുരുവോടോ ദീക്ഷ കിട്ടിയത്. ആ ഗുരുവിനോട് ചോദിക്കണം, ഇനി ഞാൻ തുടർന്ന് എന്ത് ചെയ്യണം? അപ്പൊ ആ കുട്ടിയെ സ്വാമിജിയുടെ അടുത്ത് സ്വാമിജി പറഞ്ഞു, സ്വാമിജി ഓർമ്മിക്കുന്നുണ്ടോ പറഞ്ഞോടാ, ഞാൻ ദൂരെ ഇതെല്ലാം കേൾക്കേ. അവിടെ ഞാൻ നിനക്കൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറഞ്ഞു. It is the duty to be excel of every citizen of India, to be excel in our individual activity, collective activities. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത്, നീ എന്നെ കണ്ടിട്ട് തിരിച്ചു പോകുന്നതിന് 10 പ്രാവശ്യം പറഞ്ഞു കേൾപ്പിക്കണം. ഇത് എനിക്ക് തോന്നുന്നു 2019-20 കാലഘട്ടത്തിലാണ്. അപ്പൊ ആ കുട്ടിയിടയ്ക്ക് പറഞ്ഞു തുടങ്ങി. 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ സ്വാമിജി വേറെ വിഷയം സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വാമിജിയുടെ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി കുട്ടി വീണ്ടും പറയാം. അപ്പൊ ഇങ്ങനെ 10 പ്രാവശ്യം കഴിഞ്ഞ് പോയപ്പോ എന്നോട് പറഞ്ഞു, കുട്ടികളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് നമ്മള് ഞാൻ ഒരിക്കലും ഒരു പാരന്റ് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന, ഞാനിതൊരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ കുട്ടിയെ പിന്നീട് ചോദിച്ചു, നിന്റെ അധ്യാപകരാരെങ്കിലും അല്ലെങ്കിൽ നിന്റെ അച്ഛനോ അമ്മയോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് സത്സംഗത്തിന്റെ മഹത്വം. ഈ കാട്ടാൾ രത്നാകരം തിരിച്ച് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുക. നമ്മുടെ സ്വാമിമാരോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സത്തുക്കളോട് നമ്മൾ സത്സംഗം ചെയ്യുമ്പോൾ ഈ സത്സംഗം ഏറ്റവും വലിയ മറ്റു വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് നമുക്ക് ഈശ്വരനിലേക്ക് വെക്കാൻ. ഇവിടെ സ്വാമി അങ്ങനെ ഠാക്കൂറുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്ട് ഉള്ള ഒരു ശിഷ്യൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പേര് ശശി മഹാരാജ് രാമകൃഷ്ണാനന്ദ സ്വാമി. അപ്പൊ ഞാനിന്ന് വണ്ടിയിൽ വന്നിട്ട് സ്വാമിയുടെ ചോദിച്ചു, എൻ്റെ ഗുരു എനിക്ക് അയച്ച കത്ത് എഴുതാത്തത് PS എന്നെഴുതി ടു സ്റ്റഡി ദ ലൈഫ് ഓഫ് സ്വാമി രാമകൃഷ്ണൻ. എന്താണ് എൻ്റെ റീസൺ? അപ്പോൾ മഹാരാജ് ശശി മഹാരാജ് ഈശ്വരനുമായിട്ട് ക്ലോസ് കോണ്ടാക്ട്. അങ്ങനെ ക്ലോസ് കോണ്ടാക്ട് ആയ ഒരു വ്യക്തിയുടെ ജീവിതം അപ്പൊ ശശി മഹാരാജിന്റെ ജീവിതമായിട്ട് ക്ലോസ് കോണ്ടാക്ട് നോക്കുന്നുണ്ടോ? അതേ ഭഗവാന്റെ ഡിസൈബിൾസ് ആയിട്ടുണ്ടാവും. നമ്മളൊരു പച്ചിരിപ്പ് മാഗ്നറ്റിനോട് ചേർത്ത് വെച്ചാൽ സംഭവിക്കും. പച്ചിരിപ്പ് മാഗ്നറ്റാണ്. അപ്പൊ പച്ചിരിപ്പിന്റെ ബാഹ്യമായ രൂപത്തിലൊരു വ്യത്യാസം വരും. അപ്പൊ പച്ചിരിപ്പും ഈ മാഗ്നറ്റും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ മാഗ്നറ്റിന്റെ ആന്തരിക ഘടന ഒരു പ്രത്യേക തരത്തിലാണ്. അതുകൊണ്ടാണ് അതിനെ മാഗ്നറ്റ് ആക്കുന്നത്. അപ്പൊ ചേർത്ത് വെക്കുമ്പോ ഈ പച്ചിരിപ്പിന്റെ ആന്തരിക ഘടന. അപ്പൊ നാം ഠാക്കൂറിനോടും അമ്മ
അമ്മയോടും ഡയറക്റ്റ് ശ്രീകൃഷ്ണനോടും ആ ഗുരുപരമ്പരയോടും അങ്ങനെയുള്ള അവസ്ഥകളോടും ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ആന്തരികമായ ഘടനയ്ക്ക് വ്യത്യാസം വരും. ആന്തരിക ഘടനയ്ക്ക് വ്യത്യാസം തന്നെ മനസ്സിൻ്റെ രീതിയിൽ വ്യത്യാസം വരും. സ്വാമി നേരത്തെ പറഞ്ഞില്ലേ, മനസ്സ് നിർമ്മലമാകും. മനസ്സ് നിർമ്മലമാകുമ്പോഴാണ് നമുക്ക് ശരിയായ അറിവുകൾ എത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിലെ സ്വാമി രാമകൃഷ്ണാനന്ദ സ്വാമിയുടെ ചില അദ്ദേഹത്തിനെ കുറിച്ചൊരു ശകലങ്ങൾ സർവാനന്ദ സ്വാമി ഒരു സംഭവം അനുസ്മരിക്കും. വേനൽക്കാലത്ത് ചൂടുള്ള ഒരു സന്ധ്യയിൽ ഞാൻ പതിവ് പോലെ അദ്ദേഹത്തിന്റെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതാണ്ട് 11 മണിയായി കാണും. ചൂട് അസഹ്യം. സ്വാമി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മുണ്ടുകൊടുത്ത് പൂജാമുറിയിലേക്ക് പുറപ്പെട്ടു. എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു. ഒരു വിശറിയും കൊണ്ട് ശ്രീരാമകൃഷ്ണന്റെ കിടക്കയിൽ വെച്ചിരുന്ന പടത്തിനരിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വീശാൻ തുടങ്ങി. അടുത്തൊരു ചക്രത്തിൽ വെച്ചിരുന്ന സ്വാമിജിയുടെ പടത്തെ വീശാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. 1 മണിക്കൂറോളം മെല്ലെ വീശിയ ശേഷം അദ്ദേഹം പതുക്കെ പുറത്തിറങ്ങും. അദ്ദേഹത്തിന്റെ പെരുമാറ്റം മുഴുവനും ശ്രീരാമകൃഷ്ണൻ വാസ്തവത്തിൽ അവിടെ ഉണ്ടെന്നും ആ കട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നും ഞങ്ങൾ അവിടുത്തെ സേവിക്കുകയാണെന്നുള്ള വിശ്വാസം എന്നിൽ ഉളവാക്കാതിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നടന്നത് വലിയൊരു നടക്കളാണ്. കാരണം വരുന്ന വഴിയിൽ കാറിലിരുന്ന് സ്വാമിജി എന്നോട് പറഞ്ഞത് ഭരണനഗർ ആശ്രമത്തിൽ വെച്ചിട്ടുള്ള ശ്രീരാമകൃഷ്ണ പൂജയെ കുറിച്ചിട്ടാണ്. ആ പൂജ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ എപ്പോഴും പ്രസന്റാണ്. സമാധിക്ക് ശേഷം അത്ര ക്ലോസ് കോണ്ടാക്ട് ആയിരുന്നു. ആ രീതിയിലായിരുന്നു രാമകൃഷ്ണാനന്ദ സ്വാമിജി ശിഷ്യന്മാരുടെ ഭഗവാനെ കണ്ടിരുന്നത്. ഞാനിപ്പോൾ ഈ പുസ്തകം എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തതും വായിച്ചതും ഇതൊക്കെ ഡിവൈൻ ബ്ലെസ്സിങ്. നമ്മൾ ഭഗവാന്റെ അടുക്കേക്ക് ഒരടി വെക്കുമ്പോൾ ഭഗവാൻ 10 അടി ഇങ്ങോട്ട് വരുന്നു എന്ന് പറയും. നമ്മൾ സാധാരണ ഒരു മാത്തമാറ്റിക്സ് വയ്ക്കുമ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 അടി വെച്ചാൽ എത്ര അടി ഭഗവാൻ ഇങ്ങോട്ട് വരും? 100 അടി വരും. അല്ലേ? 100 അടി വെച്ചാലോ 1000 അടി വരും. നമ്മൾ ഒരടി വെച്ചില്ലെങ്കിൽ ഭഗവാൻ എത്രയും നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വരാനുള്ള മാർഗങ്ങളാണ് സത്സംഗം. ഈ രാമകൃഷ്ണ ഡിവോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം രംഗനാഥൻ സ്വാമി പറഞ്ഞിരിക്കുന്നത് ഈ സമൂഹത്തിലെ അദ്ദേഹം പറഞ്ഞ പ്രോഗ്രസീവായിട്ടുള്ള കോഴ്സാണ്. പ്രോഗ്രസീവ് കോഴ്സ്. രാമകൃഷ്ണ ഡിവോട്ടീസ്, രാമകൃഷ്ണ കൾച്ചർ, രാമകൃഷ്ണാശ്രമത്തിൻ്റെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞത് വളരെ വ്യത്യസ്തമാണ്. ആ കൾച്ചർ എങ്ങനെ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർന്ന തരത്തിലുള്ള സത്സംഗം ഉണ്ടാകണം. ഉയർന്ന തരത്തിലുള്ള സത്സംഗം എന്ന് പറഞ്ഞാൽ ശരത്നാരായണ അടുത്തൊരാൾ ഹോളി കമ്പനിയെ കുറിച്ച് ചോദിച്ചു. ഹോളി കമ്പനിയെ കുറിച്ച് ചോദിച്ചു പറഞ്ഞു, ഹോളി കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ അർത്ഥമാക്കി? ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ ഇത്രയെങ്കിലും ജോലിക്കാരുണ്ടായിരുന്നു. അവിടെ വന്നു പോകുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഭഗവാനുമായി ഉയർന്ന മാനസിക തലത്തിൽ സംഘം ചെയ്തവർക്കാണ് അതിന് സത്സംഗം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ആശ്രമത്തിൽ വരിക, ആശ്രമ കാര്യങ്ങളിലേക്ക് ഇടപെടുക, താക്കൂറിൻ്റെ ലിവിങ് പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതൊക്കെ കൊണ്ടേ നമുക്ക് ആ സത്സംഗം എന്ന അർത്ഥം പൂർണ്ണമാകുന്നുള്ളൂ എന്നതാണ് വാസ്തവം. നാം ഇവിടെ വരുമ്പോൾ എത്ര നേരം നാം ഇവിടെ വരുമ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുന്നു എന്നത് വലിയൊരു പ്രധാനപ്പെട്ട. നമ്മൾ സ്തോത്രം ചൊല്ലുന്നു, ഇതൊക്കെ ചൊല്ലുന്നു, ശരിയാണ്. പൂജനീയ നരസിംഹ സ്വാമി വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫൈസിൽ പറയുന്നുണ്ട്, എല്ലാവർക്കും ജപവും ധ്യാനവും ഒക്കെ പറ്റത്തില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയാണ് സ്തോത്രം എന്നുള്ളത്. അപ്പോൾ സ്തോത്രം ചെയ്യുന്നതിന് വളരെ ഉയരെയാണ് ജപം. രാമകൃഷ്ണൻ ഓർഡർ ചെയ്യുന്ന ദീക്ഷ സ്വീകരിക്കുമ്പോൾ അല്ല മറ്റു ഓർഡർ ചെയ്യുന്നതായിരുന്നു ശരിയല്ല. യഥാർത്ഥ ഗുരു ദീക്ഷ കൊടുക്കുമ്പോൾ ജപത്തിൻ്റെ പ്രാധാന്യത്തെ
ഇത് മുമ്പ് ഈ സീനിയറായിട്ടുള്ള സ്വാമിമാരൊക്കെ നമ്മളോട് പറയുന്നു നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ വരാനും എല്ലാവരോടും ഒന്നിച്ചിരിക്കാനും ഇപ്പോൾ സ്വാമി ഭജനയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അന്തർയോഗത്തിൽ ഒരു 15 മിനിറ്റ് പിന്നാക്കിയാലും വരും ജപത്തിനാക്കി മാറ്റിവെക്കുകയും നമ്മൾ ഒന്നിച്ച് ഇവിടെ എല്ലാവരും കൂടെ ഇരുന്ന് ജപിക്കുകയും ചെയ്യും. അപ്പോൾ ദീക്ഷ കിട്ടിയിട്ടുള്ളവർക്ക് ഓം നമോ ഭഗവതേ രാമകൃഷ്ണായ അല്ലെങ്കിൽ മറ്റു മന്ത്രങ്ങളോ അപ്പോൾ ഉണ്ടാകുന്ന ഈ കളക്റ്റീവ് സ്പിരിച്വൽ കോൺഷ്യസ് എന്ന് പറയും. അത് ഒരു വലിയ അത് നമ്മുടെ ആത്മാവിന് വേണ്ടി ഉള്ള ഉയർച്ചയ്ക്ക് അപ്പുറമാണ് നമ്മുടെ സമൂഹത്തിന് വരുന്ന ഏറ്റവും വലിയ നേട്ടവുമാണ്. ആ സ്പിരിച്വൽ വൈബ്രേഷൻ, ആ തോട്ട് വൈബ്രേഷൻ സ്വാമിജി പറഞ്ഞിട്ടുള്ള ഏത് തോട്ട് വൈബ്രേഷൻ സംവത്സരങ്ങളോടും വർഷങ്ങളോടും നിലനിൽക്കുന്നു. രാമകൃഷ്ണ ആശ്രമങ്ങളെല്ലാം അങ്ങനെ നടന്നിട്ടുള്ള തപോ കേന്ദ്രങ്ങളാണ്. ആ തപോ കേന്ദ്രങ്ങളിൽ നാം വരുമ്പോൾ നമുക്കെന്ത് ഈ തരത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. ആ തപസ്സിന്റെ ശക്തി നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാനും പറ്റണം. അതാണ് ഏറ്റവും വലിയ രാമകൃഷ്ണ പൂജ, മാതൃദേവിയോടുള്ള പൂജ, ഈ ഗുരുപരമ്പരയോടുള്ള പൂജ നമ്മുടെ ഗുരുവിനോടുള്ള പൂജ. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമാറാവട്ടെ. നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കാനും നാമം ജപിക്കാനൊക്കെ ആ ഗുരുപരമ്പര നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശാവതാരം പരമേശ്വരം രാമകൃഷ്ണം ശിരസാ